ഗവേഷണ ഫലം ജനങ്ങളിലെത്തിക്കുന്നതിൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത് പ്രവർത്തനങ്ങൾ വലിയ വിജയം കണ്ടെത്തിയിരിക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇന്റർനാഷണൽ കോൺക്ലേവിനോടനുബന്ധിച്ച് സെനാബ് സ്റ്റാൾ സന്ദർശിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെയും നിലനിർത്തേണ്ടതിന്റെയും ആവശ്യകത വിശദീകരിക്കുന്ന സ്റ്റാൾ കോൺക്ലേവിന്റെ ഭാഗമായി എത്തിയ നിരവധി സന്ദർശകരെയാണ് ആകർഷിച്ചത്. ന്യൂറോ ഡീജനറേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യാമെന്ന ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളാണ് സെൻട്രൽ ഓഫ് എക്സലൻസിയിൽ നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂറോ ഡീജനറേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യാമെന്നുള്ള ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളാണ് ഈ സെൻറ്റർ ഓഫ് എക്സലൻസിൽ പ്രത്യേകമായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കൂടെ സഹകരണത്തോടു കൂടി വയോജന മേഖലയിൽ ഈ പ്രശ്നങ്ങളെ പഠിക്കുന്നതിനും അതിന് സഹായകരമായ വിധത്തിൽ മെമ്മറി ക്ലിനിക്കുകൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടത്താനും ഒക്കെ തന്നെ കുസാറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റിയുടെ ഭാഗമായി കൂടി നല്ല പ്രവർത്തനം ഇടപെടലുണ്ടായിട്ടുണ്ട്. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്ട്രെസ്സ് പരമാവധി ലഘൂകരിക്കാനുള്ള ഗെയിമുകളും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ റിലീവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അത്തരം സാമൂഹ്യ അധിഷ്ഠിത പ്രവർത്തനങ്ങൾ സർവകലാശാലകൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഒരു നവവൈജ്ഞാനിക സമൂഹം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന സ്റ്റാൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയെന്നും അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും വിശദീകരിക്കുന്നതായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.